ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ കരുതി മാർക്കറ്റ് വരെ ഒന്ന് പോകാമെന്ന്. അപ്പോൾ മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇത് നമ്മൾ താമസിക്കുന്ന സ്പേസാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമാണ് റോഡിലേക്കുള്ളത്. മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. വേൾഡ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇതൊക്കെയാണ് തായ്ലൻഡിലെ റോഡും കുറച്ച് ലോക്കൽ പ്ലേസാണ്, പ്രോപ്പർ സിറ്റി അല്ല ഇത്. ഈ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ബാങ്കോക്കിൽ നിന്നൊരു 30 കിലോമീറ്റർ അകലെയാണ്, അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് വേൾഡ് മാർക്കറ്റ് എന്നറിയപ്പെടുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നമ്മുടെ അവിടുത്തെ പോലെ കുഞ്ഞു മാർക്കറ്റൊന്നുമല്ല, വളരെ വലിയ മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. എല്ലാ സാധനങ്ങളും, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ എൻട്രൻസിൽ ഇനി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പാർക്കിംഗ് ഏരിയയും കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടുത്തെ ആളുകളെല്ലാം നല്ല ഡിസിപ്ലിനാണ്. റോഡിൽ വണ്ടി ഓടിക്കുന്നതിലാണെങ്കിലും പാർക്കിംഗ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും നല്ല ഡിസിപ്ലിനാണ്. ഇവിടെയൊക്കെ റോഡിലെന്ന് പറയുന്നത് ഹോൺ അടിക്കുന്നതേ കേട്ടിട്ടില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഹോൺ അടിക്കുന്നത്. ഇത് ആ പാർക്കിംഗ് ഏരിയയുടെ ഒരു വ്യൂ ആണ്. പിന്നെ ഞങ്ങളവിടെ ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ മാർക്കറ്റിലേക്ക് കിടന്നു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആദ്യമേ നടന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പച്ചക്കറി കടയിൽ നിന്നേ തുടങ്ങി. എന്നിരുന്നാലും ഞങ്ങളിങ്ങനെ തപ്പി പോയിക്കൊണ്ടിരിക്കുന്നത് ക്രാബിനെ മേടിക്കാം, ഞണ്ടിനെ മേടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. തായ്ലൻഡിൽ വന്നിട്ട് ഇതുവരെയും ഇവിടുത്തെ ഞണ്ട് കഴിച്ചില്ല. അങ്ങനെ അത് മേടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ആളിങ്ങനെ നടന്ന് പോകുന്നത്. അങ്ങനെ മാർക്കറ്റിലെ കാഴ്ചയെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നടക്കാനുണ്ട്. വളരെ വലിയ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്, എല്ലാം കൂടുതലും ഫ്രഷാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെ 2-3 സെക്ഷനുണ്ട് ഇവിടെ. എന്ത് ഭംഗിയിലാണെന്നറിയോ ഈ ഫ്രൂട്ട്സ് എല്ലാവരും അടുക്കി വെച്ചിരിക്കുന്നത്. കാണുമ്പോഴേ മേടിക്കാൻ തോന്നും. ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇവിടുന്ന് ഈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ കഴിയുമ്പോഴേ ഒരുപാട് മീറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സ്മെല്ലേ ഇല്ല. അത്രയ്ക്ക് നീറ്റാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ ഇരിക്കുന്ന ഒരു സെക്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന കൂടുതലും കണവയായിരുന്നു. കണവയുടെ തന്നെ ഒരുപാട് വെറൈറ്റി, നീരാളിയൊക്കെ ഒരുപാട് വെറൈറ്റി ഇരിപ്പുണ്ട്. ശംഖിൻ്റെ വെറൈറ്റികളുണ്ട്, ഞണ്ടിൻ്റെയും വെറൈറ്റികളുണ്ട്. അങ്ങനെ ജീവനുള്ള ഞണ്ടിനെ മേടിക്കാമെന്ന് പറഞ്ഞാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും രണ്ടിനും 2 റേറ്റാണ്. ഇതിപ്പോൾ 650 ബാത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ത്യൻ റുപ്പി ആകുമ്പോഴത്തേക്കും ഇൻറ്റു 2.54 അടിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഇതിൻ്റെ 1 kg റേറ്റ് എന്ന് പറയുന്നത് 1650 രൂപയായിരിക്കും നമ്മുടെ ഇന്ത്യൻ മണി വരുന്നത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിനപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്നത് കൊട്ടയിലൊക്കെ വാരിയിടാൻ തന്നെ തുടങ്ങി. പിന്നെ എന്തായാലും മേടിക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ വന്നതുകൊണ്ട് നമ്മളും മേടിക്കാമെന്ന് കരുതി. അങ്ങനെ ഓരോ ഞണ്ടിനെ എടുത്ത് കൊട്ടയിൽ ഇട്ട് വയ്ക്കുകയാണ്. പക്ഷേ അതിൻ്റെ കാലിലൊക്കെ ഇങ്ങനെ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതാണ് ഇത്ര ധൈര്യത്തിൽ അതിനെ എടുക്കുന്നത്. അങ്ങനെ ഇതുവരെയും തായ്ലൻഡ് ഞണ്ട് കഴിക്കാത്തതുകൊണ്ട് ഞണ്ട് മേടിച്ച്. പിന്നെ കണ്ടില്ലേ, ഇത് ശംഖാണ്. എന്തോ നല്ല വെറൈറ്റി ആയിരുന്നു, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി ചെയ്തു ശംഖാണ്. പിന്നെ അങ്ങോട്ട് ഇരിക്കുന്നതും എല്ലാം കണവയുടെ വെറൈറ്റിയാണ്. ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് മീനുകളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ നമ്മൾ പോയത് ചെമ്മീനിൻ്റെ അടുത്തേക്കാണ്. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റോളിൽ ചെന്നാലും ഇതുപോലെ ജീവനുള്ള ചെമ്മീനെ കിട്ടുന്നുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ പുള്ളിക്കാരൻ വന്നത് കോരിയെടുത്ത് കാണിച്ചു തരികയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കാണിച്ചു തന്നു ആൾ. പിന്നെ ഞങ്ങൾ പോയത് ഉണക്കമീൻ്റെ സെക്ഷനായിരുന്നു. അവിടെ കണ്ടോ, ചൂട അല്ലെങ്കിൽ നെത്തോലി എന്ന് പറയും. അത് കുഞ്ഞു മീനുകളുടെ എല്ലാം ഉണക്കി ഒരു സെക്ഷനായിരുന്നു. പിന്നെ അപ്പുറത്തെ സെക്ഷൻ വരുമ്പോഴത്തേക്കും വലിയ മീനുകൾ ഉണക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഫിഷുകളെല്ലാം ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഫ്ലേവർ ആണോ എന്നറിയില്ല. എന്തായാലും ഉണക്കമീനാണ് അതെല്ലാം. പല എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതുവരെയും കഴിച്ചിട്ടില്ല, അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നും വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്കും ഇതൊക്കെ നമ്മുടെ മങ്കടയാണ്. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഒരു റെഡ് കളറിൽ ഒരു മീൻ ഉണക്കി, എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല. ചെങ്കലവ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അറിയാൻ വയ്യ. പിന്നെ നമ്മൾ പോയത് ചിക്കൻ്റെ സെക്ഷനായിരുന്നു. ചിക്കൻ്റെ ഒരുപാട് സെക്ഷൻ ഉണ്ടായിരുന്നു, ഒന്നും എടുത്തില്ല വീഡിയോ അധികം. ഇത് പിന്നെ നമ്മുടെ ഉപ്പിലിട്ട സെക്ഷനാണ്. ഒരുപാട് ഉപ്പിലിട്ട് ഇങ്ങനെ എയർ ടൈറ്റഡായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് സാധനങ്ങളാണ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് പച്ചക്കറി കട തന്നെ, അതിൻ്റെ ഇലയുടെ ഒരു ലീസിൻ്റെ സെക്ഷനായിരുന്നു.
ഇവരെന്ന് പറയുന്നത് ഒരുപാട് ലീവ്സ് കഴിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, തുളസിയിലയാണ്. അവരിവിടെ ചോറ് വയ്ക്കുമ്പോഴത്തേക്കും അതിൽ ഈ തുളസിയില വിട്ട് വേവിക്കും. അങ്ങനെ ഒരുപാട് ലീവ്സ് കഴിക്കുന്നവരാണ് തായ്ലൻഡുകാർ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും ചെറിയൊരു പർച്ചേസ് നടത്തി. ഞങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി മാത്രമേ മേടിക്കാറുള്ളൂ. എല്ലാ ആഴ്ചയും വന്നാണ് മേടിക്കുന്നത്. നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ് ഇരിക്കുന്നതെല്ലാം. ഞാനവിടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് അവർ സവാടിക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും നല്ല സ്നേഹമാണ്. എന്തൊക്കെ വെറൈറ്റി ഇലകളാണെന്ന് നോക്കി. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് ടൈപ്പ് ഇലകളാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരുപാട് ടൈപ്പ് ഇലകൾ അവർ കഴിക്കുന്നുണ്ട്. അവർ ഒരുപാട് പോർക്ക് കഴിക്കുന്നവരാണ്. പോർക്ക് ഒരുപാട് കഴിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഈ ലീവ്സ് ഒരുപാട് കഴിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഈ സെക്ഷൻ വരുമ്പോഴത്തേക്കും മസാലകളാണ്. പല പല കറിക്ക് വേണ്ടിയുള്ള മസാലകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം എയർ ടൈറ്റഡ് ആയിട്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട്. മസാലകളെല്ലാം പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതറിയില്ല. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും അവരുടെ അരിയുടെ സെക്ഷനാണ്. ഒരുപാട് വെറൈറ്റി അരികൾ. എന്തൊക്കെ അരികളാണെന്ന് അറിയാനേ വയ്യ. അതിൽ ഞങ്ങളൊരു അരിയുടെ അടുത്ത് വന്നിട്ട് ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. ആൾ പറയാത് നമ്മുടെ പച്ചരിയില്ലേ നാട്ടിൽ കിട്ടുന്ന. പിന്നെ ഞങ്ങൾ പോയത് ഈ ഒരു കരിക്കിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. വീണ്ടും ഒരു ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. ആ ഫ്രൂട്ട്സ് എല്ലാം നല്ല ഭംഗിയിലാണ് അവർ അടുക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, മുന്തിരി, വേറെ എന്തൊക്കെയോ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട്സും ഉണ്ട്. ഈ അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോഴേ നമുക്ക് മേടിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ഭംഗിയിലാണ് അവർ അടുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഈ ശംഖിൻ്റെ ഇരിക്കുന്ന കാണുമ്പോഴേ വീഡിയോ എടുക്കാൻ തോന്നും. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് നേരിട്ട് കാണുമ്പം കുറച്ചും കൂടെ നല്ല കളർഫുള്ളാണ്. അങ്ങനെ ഞങ്ങളവിടെ പോയി. പിന്നെ ഇതെന്താ സാധനമെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ പോയി ഇത്രയേരം നോക്കി. ഇന്ന് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്താൽ അറിയാൻ പറ്റും. എന്നാലും ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ കണ്ടിട്ടില്ല. ലോബ്സ്റ്ററൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്താണെന്നറിയില്ല. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും ഈലായിരുന്നു. ഈല് മത്സ്യമായിരുന്നു. പിന്നെ അതിൻ്റെ വലുതും ചെറുതുമായിട്ട് 2 ബോക്സിനുള്ളിൽ അപ്പുറമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മാക്രിക്കുട്ടന്മാരാണ്, തവളക്കുട്ടന്മാരിങ്ങനെ റെഡിയായിരിക്കുകയാണ് മുറിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ പോയത് ഫ്ലവറിൻ്റെ സെക്ഷനാണ്. ഈ ഫ്ലവറിൻ്റെ സെക്ഷൻ ഈ പൂവുണ്ടോ, ഈ വൈറ്റ് കളറിൽ നമുക്ക് കണ്ടാൽ അത് പ്ലാസ്റ്റിക് ആയിരുന്നു ഫീൽ ചെയ്യും. മാല കെട്ടിയിരിക്കുന്ന പൂവ് അത് നമ്മുടെ നാട്ടിലെ ഇരിക്ക് പോലെ ഫീൽ ചെയ്യുമായിരുന്നു, ഇരിക്കിൻ്റെ പൂ പോലെ. പിന്നെ ബാക്കിയെല്ലാം നല്ല വെറൈറ്റി ഓർക്കിഡ്, റോസ്, നല്ല കളർഫുള്ളാണ്. കണ്ടാൽ നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ഞാനങ്ങനെ സംശയം കാരണം എല്ലാം ടച്ച് ചെയ്ത് നോക്കി. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കണ്ടാൽ പ്ലാസ്റ്റിക്കായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അതെല്ലാം ഒറിജിനലാണ്. ഞാൻ എല്ലാം ടച്ച് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് അത് കണ്ടപ്പോൾ സംശയമായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ബന്ദിപ്പൂ, ജമന്തി, ഇതൊക്കെ തന്നെയല്ലോ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന പൂക്കൾ തന്നെയാണ്. അത് നല്ല ഭംഗിയായിരുന്നു. അതെല്ലാം കാണാൻ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ പൂക്കളെല്ലാം. പിന്നെ ഞങ്ങൾ പോയത് ഒരു കേക്കിൻ്റെ സെക്ഷനായിരുന്നു, ബേക്കറി സെക്ഷൻ. അവിടെ നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊന്നും മേടിക്കാനല്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്നുള്ള കരുതി വന്നതാണ്. അങ്ങനെ കേക്ക്, അവരുടെ വെറൈറ്റി കേക്കുകൾ, ഡെസേർട്ടുകൾ, അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക്. പിന്നെ ഇവിടെ വെറൈറ്റി കേക്കുകൾ, എന്തൊക്കെയോ കേക്കുകൾ കളർഫുള്ളാണ്. അങ്ങനെ അടുക്കിയടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്സ് പോലത്തെ എന്തൊക്കെയോ ഇരിപ്പുണ്ട്, എന്തൊക്കെയാണെന്നറിയില്ല. നല്ല കളർഫുൾ, നല്ല വെറൈറ്റി കേക്കുകൾ, ഡിസൈനും അതൊക്കെ ഉണ്ട് എല്ലാം. ഇവിടെ ഒരു ബനാന കേക്ക് ഉണ്ട്. നല്ല സൂപ്പർ കേക്കാണ്, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ.